ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 26-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം. യസ്ത്വിഹ വൈ സർവാഭിഗമ തമമുത്ര നിരയേ വർത്തമാനം വജ്രകണ്ഠക ശാൽമലീം ആരോപ്യ നിഷ്കർഷന്തി. സർവാഭിഗമ യസ്ത്വിഹ വൈ സർവാഭിഗമ തം അമുത്ര നിരയേ വർത്തമാനം വജ്രകണ്ഠക ശാൽമലീം മുകളിൽ കയറ്റിയിട്ട് നിഷ്കർഷന്തി വലിക്കുന്നു. അത് നമ്മളിപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതിന് മുകളിലത്തെ ശ്ലോകത്തിൽ അതാ പറഞ്ഞത് നമ്മൾ കേട്ടോ. ഏതൊരു പുരുഷൻ പ്രവേശിക്കാൻ അർഹതയില്ലാത്ത സ്ത്രീയെ ആയിട്ട് ഇടപെടുന്നുവോ അതുപോലെ തിരിച്ചും ആ രണ്ടുപേരെയും കശയാ താടയാ അടിക്കുകയും അതുപോലെ പ്രതിമ പുരുഷനെയാണ് സ്ത്രീയുടെ പ്രതിമ കൊണ്ടും സ്ത്രീയാണെ പുരുഷൻ്റെ പ്രതിമ കൊണ്ടും ഇങ്ങനെ മുള്ളുകൾ തറച്ച പഴുപ്പിച്ച ലോഹം കൊണ്ട് ഉള്ള ആ മുള്ളുകൾ ഉള്ള അതേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വരിക്കുമെന്ന്. അത് തെറ്റായ രീതിയിൽ പോകുന്നവരെ, ആ സ്ത്രീ പുരുഷ ബന്ധത്തിന് ഉള്ള പവിത്രത ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നവരെ എന്നാണ് ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. അത് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം അതെങ്ങനെ സ്ത്രീകൾ അഗമ്യമായ ഗമിക്കാൻ അവരെ പ്രാപിക്കാൻ പാടില്ലാത്ത, അവരുമായിട്ട് ഇടപെടാൻ പാടില്ലാത്ത, വേറൊരു രീതിയിൽ അവരെ കാണരുതാത്ത രീതിയിൽ, അതാണ് അഗമ്യ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. സർവാഭിഗമ അവരിൽ പ്രവേശിക്കുന്നവരെ, അവരെ ഉപദ്രവിക്കുന്നവരെ, അവരുമായിട്ട് ചേർച്ച ഉണ്ടാക്കുന്നവരെ, ഒരു ബഹുമാനം കൊടുക്കേണ്ടതായിട്ടുള്ള സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. അത് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ബ്രാഹ്മണി, വിധവ, മാന്യ, സ്വഗോത്ര, രാജയോഷിത, വർണ്ണശ്രേഷ്ഠാതിനീചാഗമ്യ ഉക്ത ബുധൈ സ്ത്രീയ എന്നൊരു കാര്യം നമ്മുടെ വേദങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ബ്രാഹ്മണിയായിട്ടുള്ളവർ, വിധവയായിട്ടുള്ളവർ, മാനിക്കത്തക്ക സ്ഥാനത്തിരിക്കുന്നവൾ, തൻ്റെ ഗോത്രത്തിൽ തന്നെ ജനിച്ചവൾ തൻ്റെ സഹോദരിയായിട്ട് വരും. അതാ ബ്രാഹ്മണരുടെ ഇടയിൽ സ്വഗോത്രത്തിൽ നിന്ന് വിവാഹം ചെയ്യാറില്ല. പിന്നെ രാജസ്ത്രീകൾ, അതുപോലെ ഉയർന്ന വർണ്ണത്തിലുള്ളവർ, ഉയർന്ന ചിന്താഗതി. വർണ്ണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 4 വർണ്ണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നുള്ള 4 വർണ്ണങ്ങൾ. അവരിൽ താഴോട്ടുള്ളവരോട് ഉള്ള ആഗമനം പാടില്ല എന്നാണ് പറയുന്നത്. നീച ജാതിയിൽ ജനിച്ചവൾ അഗമ്യകളാണെന്ന് അറിവുള്ളവർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ, വിധവയെ പറയുന്നുണ്ടത്. അവർക്ക് ഇഷ്ടമില്ലാതെയാണ് കേട്ടോ ഇത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് ഇഷ്ടമില്ലാതെ അവരെ നിർബന്ധപൂർവം ഗമിക്കുന്നവർ. കാരണം അവർക്ക് ആ മാനസികാവസ്ഥയിലല്ലാത്തവർ നമ്മൾ നിർബന്ധിച്ച് സ്വീകരിക്കുന്ന പുരുഷന്മാർ, അവരെ കൊണ്ട് രാവണൻ്റെയൊക്കെ കഥയിൽ നമ്മൾ കേൾക്കുന്നത്, രാവണനോട് സീതയെ ഉപദ്രവിക്കാനൊന്നും ചെന്നില്ല. സീതയോട് മര്യാദയ്ക്ക് പറയുക, എൻ്റെ കൂടെ വരുമോ, നിനക്ക് രാമനെ കൊണ്ടൊരു കാര്യവുമില്ല എന്നൊക്കെ പറയുമ്പോൾ സീത ഒരു പുൽക്കൊടി എടുത്തിട്ടിട്ട് പറയും, നിൻ്റെ നാശം അടുത്തിരിക്കുന്നു, നിന്നെ എൻ്റെ ഭർത്താവ് വന്ന് കൊല്ലും, എന്നിട്ട് എന്നെയും കൊണ്ട് ഇവിടുന്ന് പോകുമെന്നൊക്കെ സീത അങ്ങ് ആവേശത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴും അവരെ കൊല്ലാൻ പിടിക്കുകയാണ് ചെയ്തത്, വേറൊന്നിനുമല്ല. ഇപ്പം മണ്ഡോദരിയോട് കൂടി ചെന്നാൽ, നിങ്ങളതൊക്കെ വായിക്കുമ്പോൾ രാമായണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മണ്ഡോദരിയും കൂടെയുണ്ട്. അപ്പോൾ മണ്ഡോദരി പറയാ അവരെ കൊല്ലാനായിട്ട് പിടിക്കും, നിന്നെ ഇപ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞ് നീ അധിക പ്രസംഗം പറയുന്നതെന്ന് ചോദിച്ച ഉടനെ പറയും, അവൾ ഭർത്താവിനെ വിട്ട് പിരിഞ്ഞ് ദുഃഖത്തിലിരിക്കുന്ന വേറെ ഒരു വീട്ടിൽ വസിക്കുന്നതായ അവളെ, വേറെ ഒരു സ്ഥലത്ത് വസിക്കുന്നതായ അവളെ ഉപദ്രവിക്കുന്നത് രാജനീതിക്ക് തെറ്റാണ്.
അങ്ങ് ഒരു രാജാവല്ലേ, അങ്ങ് ഒരു ബ്രാഹ്മണനല്ലേ, അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറയുമ്പോൾ ആ ഉദ്യമത്തിൽ നിന്ന് രാവണൻ പിന്തിരിയുകയും അവിടെ ശേഷിക്കുന്ന ഈ സീതയുടെ ചുറ്റിനും കുറേ രാക്ഷസിമാരെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രാക്ഷസ സ്ത്രീകളോട് പറയുന്നു, 2 മാസം തരാം, ഇനിയും അവളെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ വശത്താക്കൂ എന്നൊരു വാക്ക് നിങ്ങൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. എന്തൊരു സന്ദേശമാണ് നൽകുന്നത്. സ്ത്രീകളൊക്കെ സമ്മതമാണെങ്കിലേ അവരെ പ്രാപിക്കാൻ പാടുള്ളൂ, അവരെ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ അവരെ നിർബന്ധിച്ച് ഇപ്പോൾ കേൾക്കുന്നത് പോലെയുള്ള രീതി പാടില്ല. ഇപ്പോൾ കേൾക്കുന്ന പകുതിയും, ഞാനുള്ള കാര്യം പറയുന്നതേ ഉള്ളൂ കേട്ടോ, പകുതി സ്ത്രീകളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ്. പിന്നെ അതൊരു പ്രശ്നമാകും. അതൊരു മറ്റ് ഒരാളിന്, അതായത് എതിർ ലിംഗത്തിൽ നിൽക്കുന്ന പുരുഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അതിന് അവർ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും ശ്രമിക്കുന്നുണ്ട്. അതും പറയേണ്ട കാര്യമാണ്. 10-12 വർഷങ്ങൾക്ക് ശേഷം പറയുന്നത്, എന്നെ അവർ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാതെ എന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ് ഇതിനകത്ത് പ്രശ്നക്കാർ തന്നെ. പകുതിയും ഒട്ടേറെ പറയാൻ മടിയുള്ളവർ പറയാതിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞെന്നാൽ ഞാനും എൻ്റെ ദുരന്തവും കൂടെ ഞാൻ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് പറയുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ കാണുന്നത് പുരുഷന്മാരെ കൊടുക്കാനുള്ളൊരു വിദ്യയായിട്ട്, ഞാനത് ഇതായിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ, നിഷ്പക്ഷമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വേദങ്ങളിലും ഒക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത് വിധവകൾ, അവരെയൊക്കെ ആരാധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊരു സ്ഥാനം കൊടുക്കേണ്ടതാണെന്ന്, അവരെ നിഷ്കരുണം പെരയ്ക്കകത്തിരുത്തി അങ്ങനെയായി അന്നത്തെ ചിട്ടകൾ വെച്ച് അങ്ങനെ ആയിരിക്കും. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നാഥനില്ലാത്ത ഒരാളാകുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതുകൊണ്ട് അവർക്ക് പരിമിതികൾ കൽപ്പിച്ചിരുന്നായിരിക്കും. അത് ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് അതിന് മാറ്റം വന്നു, അത്രയേ ഉള്ളൂ. കാലത്തിനനുസരിച്ച് ഓരോ രീതികൾ, പിന്നെ ഓരോ ധർമ്മങ്ങൾ വച്ചിരിക്കുന്ന ഇപ്പം നമ്മൾ പെരയ്ക്ക് അതൊരു സ്ത്രീയെ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരാളിന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ വിധവയായി, അത് ഭർത്താവ് ആകസ്മികമായിട്ട് മരണപ്പെട്ടു, അതുകൊണ്ട് അവരും നിഷ്ക്രിയയായിട്ടിരിക്കണമെന്നല്ല പറയുന്നത്. അന്നത്തെ കാലത്ത് അതങ്ങനെയായിരുന്നു. അതുകൊണ്ട് പുരുഷന്മാരാണ് ബാക്കി കാര്യങ്ങളൊക്കെ, രാജ്യഭരണങ്ങളും ബാക്കി കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഭാര്യമാർ അവർ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ ഭാര്യമാരെ അകത്ത് സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. നിയമങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം നിയമമായിട്ട് നമ്മൾ അതെന്താണ് ആചാരം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാതെ ആചരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ല. അത് പരമ്പരാഗതമായിട്ട് മുത്തശ്ശി അങ്ങനെയായിരുന്നു, ഞാനും അങ്ങനെ ചെയ്തു, അത് എൻ്റെ മകളായപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ പോകും. അപ്പോൾ അതിനകത്തൊന്ന് ക്രമേണ ആദ്യത്തെ എന്തിനാണോ അതുണ്ടാക്കിയത് അത് ക്രമേണ ആ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതങ്ങ് നഷ്ടപ്പെട്ടിട്ട് വെറും ആചാരമായി മാറും പല കാര്യങ്ങളും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കാര്യം അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പോകാം, നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോകണ്ട. അപ്പോൾ ബ്രാഹ്മണി, വിധവ, മാന്യമായിട്ടുള്ള സ്വഗോത്ര അതൊന്നും പാടില്ല. സ്ത്രീകളുമായിട്ട് സ്വഗോത്രത്തിലുള്ളവർ സഹോദരിയായിട്ട് കരുതുന്നുണ്ട്. അത് ഇതിനകത്തുള്ളതല്ല കേട്ടോ, ഇത് വേറൊരിടത്തുനിന്ന് കിട്ടിയത് ഞാനിവിടെ സാന്ദർഭികവശാൽ പറഞ്ഞതേ ഉള്ളൂ. വർണ്ണശ്രേഷ്ഠാദി നീച ജാഗമ്യ ഉക്ത ബുധൈ സ്ത്രീയ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ സ്ത്രീകളെ നമ്മൾ ചർച്ചയിൽ പെടുത്തരുത്. ഓരോരുത്തർക്കും അവരവരുടെ വർണ്ണങ്ങളിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തേത് യസ്വിഹ വൈ സർവാഭിഗമ, അങ്ങനെയല്ലേ, അതൊന്നും നോക്കാതെ ചെയ്യുന്നവനെ ഇതുപോലെ ഈ പ്രതിമകളിൽ കൂടി പഴുത്ത സൂചികൾ ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്ന പ്രതിമകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരുട്ടും എന്ന്. 22 ഏ ത്വിഹ വൈരാജന്യ രാജപുരുഷ വാ അപാഖണ്ഡ ധർമ്മസേതുൻ ഭിന്ദന്തി തേ സംപരേത്യ വൈതരണ്യാം നിപതന്തി ഭിന്നമര്യാദാ തസ്യാം. ഒന്നിച്ച് വായിക്കണമെങ്കിലും വായിക്കാം കേട്ടോ. ഭിന്നമര്യാദ, നിപതന്തി കഴിഞ്ഞൊരു കോമായിട്ട് വേണം. ഭിന്നമര്യാദാസ്തസ്യാം നിരയ പരിഖാഭൂതായാം നദ്യാം യാദോ ഗണൈർ ഇതസ്തതോ യാദോ ഗണൈഹി, അവിടെ എന്നിട്ട് ഈ വെട്ടുക, യാദോ ഗണൈ ഇതസ്തതോ നാക്കുക, രീ എന്നുള്ളത് വെട്ടിയിട്ട് ഈ നാക്കുക. യാദോ ഗണൈ ഇതസ്തതോ
ഭക്ഷ്യമാണ ആത്മന ന വിയുജ്യമാനാഹ ചാസുഭിരുഹ്യമാന സ്വാഖേന കർമ്മപാകമനുസ്മരന്തോ വിൺമൂത്ര പൂയശോണിത കേശ നഖാസ്തി മേധോ മാംസ വസാവാഹിന്യാം ഉപതപ്യന്തേ. അവിടെ ഒരു സമസ്ത പദങ്ങളുണ്ട് കൂട്ടിച്ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് പിരിച്ച് നമുക്ക് നോക്കാം. കർമ്മപാകം അനുസ്മരന്തോ വിൺമൂത്ര പൂയ ശോണിത കേശ നഖാസ്തി മേധോ മാംസവസാവാഹിന്യ മേധസ് മാംസം വസ അകത്തൂടെ ഒഴുകുന്ന ആ നദി അത് എന്നിവ ഒഴുകുന്ന നമ്മൾ ഇതിനകത്തൂടെ ഒഴുകുന്ന നീരുണ്ടല്ലോ, ശരീരത്തിലെ നീരെന്ന് പറയുന്നതാണ് വസ എന്ന് ഒഴുകുന്ന ആ നദിയിൽ ഉപതപ്യന്തേ അതിനകത്തിട്ട് കിടന്ന് വിഷമിക്കേണ്ടി വരും. കർമ്മപാകം അനുസ്മരന്തോ വിൺമൂത്ര പൂയ ശോണിത. എല്ലാം കിട്ടിയല്ലേ വാക്കുകൾ? വിൺമൂത്ര പൂയ ശോണിത കേശ നഖാസ്തി മേധോ മാംസ വസാ വാഹിന്യാം. വസ കഴിഞ്ഞ് കോമ ഇടുക. വാഹിന്യാം ഉപതപ്യന്തേ. വാഹിന്യാം നഖ പിന്നെ ഉപതപ്യന്തേ നഖ. അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. വായിക്കുമ്പോൾ അത് തന്നെ അതാണ് ഭംഗി. ഓരോ വാക്ക് അതിൻ്റെ മുകളിലുണ്ടല്ലോ കുറച്ച്. ത്വിക വൈ രാജന്യാം രാജപുരുഷ വ അപാഖണ്ഡ ധർമ്മസേതൂൻ ഭിന്ദന്തി കോമ ധർമ്മസേതൂൻ കഴിഞ്ഞൊരു കോമ പിന്നെ സമ്പരേത്യ കോമ വൈതരണ്യാം നിപതന്തി ഭിന്നമര്യാദ തസ്യാം നിരയപരിഖാഭൂതായാം കോമ നദ്യാം യാദോ ഗണൈഃ ഇതസ്തതോ ഭക്ഷ്യമാണ ആത്മന ന വിയുജ്യമാനാഃ ചാസുഭിരുഹ്യമാന സ്വാഖേന കർമ്മഭാഗം അനുസ്മരന്തോ. പാപാഖണ്ഡ രാജപുരുഷന്മാരോ ധർമ്മസേതൂൻ ഭിന്ദന്തി തേ ഭിന്നമര്യാദ സമ്പരേത്യ വൈതരണ്യം നിപതന്തി നിരയ പരിഖാഭൂതായാം. അസുഭി, ഇവിടെ ഒരു അസുഭി ഉണ്ടല്ലോ. അപാഖണ്ഡ നിപതന്തി ഭിന്നമര്യാദ സസ്യം നിരയ പരിഖാഭൂതായാം നദ്യാം യാദോ ഗണൈര ഇതസ്തതോ ഭക്ഷ്യമാണ ആത്മന ന വിയുജ്യമാന ച അസുഭിർ ഉഹ്യമാന സ്വാഖേന നഖം പാപം സ്വാഖേന നമ്മൾ ചെയ്ത പാപങ്ങൾ. പിന്നെ 23 ത്വിക വൈ വൃഷളീപതയോ നഷ്ട ശൗചാചാര നിയമാഹ ത്യക്തലജ്ജ എന്ന് വായിച്ചാൽ മതി. ത്വിക വൈ വൃഷളീപതയോ നഷ്ട ശൗചാചാര നിയമാ ത്യക്തലജ്ജ നിയമാഹ ത്യക്തലജ്ജ ലജ്ജ വെടിഞ്ഞ് ലജ്ജയില്ലാത്ത പശുചര്യാം ചരന്തി തേ ചാപി പ്രേത്യ പൂയ വിൺമൂത്ര കോമ ശ്ലേഷ്മ മലാപൂർണാർണവേ പൂയ വിൺമൂത്ര ശ്ലേഷ്മ മലാപൂർണാർണവേ. ജലവും മലവും മൂത്രവും കഫവും ഒക്കെ നിറഞ്ഞ ആ ഒരു അർണവത്തിൽ, അർണവം കടൽ സമുദ്രം, നിപതന്തി അതിബീഭത്സിതം അശ്നന്തി വളരെ അറപ്പ് തോന്നിക്കുന്നത് ആയിട്ടുള്ള അതന്തി. തദേവ അതിബീഭത്സിതം അശ്നന്തി അതന്തി എന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതന്തി അശ്നന്തി എന്നാണ് ഇവിടെ ലൈനിനകത്ത് എഴുതിയിരിക്കുന്നത്. അർത്ഥത്തിന് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അതന്തി എന്നാണ്. അശ്നന്തി എന്നാണേലും ശരി, അത് തന്നെ വായിച്ചോ കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിലുള്ളതുപോലെ വായിച്ചോളൂ.
24 ഏ ത്വിഹ വൈശ്വഗർദഭപതയോ ഗർദഭം കഴുതകൾ ഗർദഭപതയോ ബ്രാഹ്മണാദയോ മൃഗയാ വിഹാര അതീർത്ഥേ ച മൃഗാൻ നിഘ്നന്തി താനപി സംപരേതാൻ ലക്ഷ്യഭൂതാൻ യമപുരുഷ ഇഷുഭിർ വിദ്യന്തി. ഇവിടെ ഒന്നും തിരുത്താനില്ല കേട്ടോ. യമപുരുഷ ഇഷുഭിർ വിദ്യന്തി. യേ ത്വിഹ വൈ ദാംഭിക ദംഭയജ്ഞേഷു പശൂൻ വിശസന്തി താനമുഷ്മിൻ ലോകെ. അമുഷ്മിൻ ലോകയാണ് ആ പൂജ്യവും ഇല്ലോയും വന്നിരിക്കുന്നത്. താൻ അമുഷ്മിൻ ലോകെ വൈശസേ നരകെ നിപതിതാൻ. താൻ നിരയപതയോ ആ നിപതിതാൻ താൻ നിരയപതയോ എന്നുള്ളത് അതിൻ്റെ അടിയിലൊരു വര വരച്ചിട്ട് മാർജിനിൽ ഇങ്ങനെ എഴുതുക. എങ്ങനെയാ? നിപതിതാൻ നരകേ നിപതിതാൻ നിരയപതയോ നിപതിതാൻ താൻ നിരവിപതയോ. കേട്ടോ, രണ്ട് നിപതിതാൻ കഴിഞ്ഞ ഒരു താനും കൂടെ വേണം. നിപതിതാൻ താൻ നിരയപതയോ പാതയിത്വ വിശസന്തി. ആ നിപതിതാൻ താൻ നിരയപതയോ എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. വായിക്കുമ്പോഴും എഴുതിയത് മാർജിനിൽ തന്നെ എഴുതി വയ്ക്കുക. യസ്ത്വിഹ വൈ സവർണാം ഭാര്യാം ദ്വിജോ രേതഃ പായയതി കാമമോഹിതസ്തം പാപകൃതം അമുത്ര. പാപകൃതം എന്നെഴുതിയിട്ട് ഒരു മാ വെട്ടിയിട്ട് ആദ്യത്തെ മാ വെട്ടിയിട്ട് അമുത്ര രേതകുല്യായാം പാതയിത്വ രേതസമ്പായയതി. അതിനകത്തും തിരുത്താനൊന്നുമില്ല. ഏത്വിഹ വൈ ദസ്യവ അഗ്നിതയാണ് ദസ്യവോഗ്നിതായത്. ഗ്രാമാൻ സാർദ്ധാൻ വാ വിലുംബന്തി രാജാനോ രാജഭട വാ താൻ ചാപി താംശ്ചാപി എന്ന് വായിച്ചാൽ തെറ്റൊന്നുമല്ല, പിരിച്ചു പറയണമെന്നുള്ളവർക്ക് താൻ ചാപി ഹി പരേത്യ യമദൂത വജ്രദംഷ്ട്രാഹ ശ്വാന സപ്തശതാനി വിംശതിശ്ച സരഭസം ഖാദന്തി. സരഭസം ക്രോധത്തോടു കൂടി എന്നാണ്. സപ്തശതാനി വിംശതി അതൊക്കെ ഒരു സംഖ്യയെ ചേർക്കുന്ന അത് പറയുന്നത്. സപ്തശതാനി 700, വിംശതി 20 അല്ലേ? ഇപ്പോൾ 720 എന്നാണ് ആ ഇതിൻ്റെ സപ്തശതാനി എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളേ. ഇത് പെട്ടെന്ന് നമ്മൾ പറയുന്ന പോലെയല്ല സംസ്കൃതത്തിൽ പറയുന്നത്. സപ്തശതം എന്ന് പറയണം. വിംശതി വേറെയുണ്ട്. അപ്പം സപ്തശതാനി 700, വിംശതി 20, ഇപ്പോൾ 720. പിന്നെ യസ്ത്വിഹ വാ അനിർദം വദതി സാക്ഷി പറയുന്നതിലോ സാക്ഷിയെ ദ്രവ്യവിനിമയേ ദാനേ വാ കഥഞ്ചിത് സ വൈ പ്രേത്യ നരകേ വീചിമത്യഥ ശിരാ. നരക അവീചിമത്യഥ ശിരാ നിരവകാശേ യോജനശതോശ്രായാത്. യോജനശതം 100 യോജന ഉയരമുള്ള നിരവകാശേ യോജനശതോശ്രായാത് ഗിരിമൂർധന സമ്പാദ്യതേ. ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം. അതിൻ്റെ മുകളിൽ നിന്ന് അധശിര തല കീഴായിട്ട് കണ്ടോ നരക അവീചി അധശിര
അധശിര എന്ന് തല കീഴായിട്ട്, ആ മുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. നിരവകാശേ ആ നരകത്തിൽ കുടുങ്ങിയിട്ട് സമ്പാദ്യതയെ വീഴ്ത്തപ്പെടുന്നു. ഇന്ന് തെറ്റ് പറഞ്ഞത് സാക്ഷി പറയത്തില്ലേ, നമ്മൾ നുണ പറയുന്ന സാക്ഷിയായിട്ട്. അതുപോലെ ക്രയവിക്രയങ്ങളിലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഇടപാടുകൾ, പണമിടപാടുകളിൽ, അതുപോലെ ദാനം ചെയ്യുന്നതിൽ കളവ് പറയുന്നുവോ, കഷ്ടപ്പെട്ട് അവർ മരിച്ച ശേഷം അവീചിമത് ഇടുങ്ങിയ നരകത്തിൽ 100 യോജന ഉയരമുള്ള പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് തല കീഴായിട്ട് അവരെ തള്ളിയിടുന്നു എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് പോവും, എന്നിട്ടേ പോകത്തുള്ളൂ നമ്മളിവിടുന്നേ. അതായി പ്രശ്നം. നരകത്തിൽ പ്രത്യേകമായിട്ട് കൊണ്ടുപോകില്ല. അവസാന കാലത്തോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ നരകം അനുഭവിച്ചേ പോവുള്ളൂ. കർമ്മം ചെയ്തിട്ടുണ്ടോ അത് അനുഭവിക്കും, നമ്മൾ അനുഭവിക്കും. ഒരു ഭാഗത്ത് നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ തന്നെ അനുഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ പരമ്പര അനുഭവിക്കും. അതായാലും മതി. അനുഭവിക്കുന്നത് കാണേണ്ടി വരും. അതൊരു വലിയ ദുഃഖമാണ് അല്ലേ. നമുക്ക് നമ്മളങ്ങ് അനുഭവിച്ചാൽ മതിയല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ പരമ്പരയ്ക്കത് ഒരു ശാപം കിട്ടുന്ന പോലെ ഉള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ടില്ല. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ലേ. അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടതോ എപ്പോഴും ആവലാതിപ്പെടേണ്ടതോ നമുക്ക് മനസ്സുകൊണ്ട് എപ്പോഴും നമ്മളെ കുറ്റം ചെയ്തവരാണെന്നുള്ള ഒരു ദൃഷ്ടി. ഒരു കുറ്റം എന്നെങ്കിലും ചെയ്തിട്ടുള്ള ഒരാൾ പരസ്യമായിട്ടുണ്ടെങ്കിൽ അവനെ എന്നും അങ്ങനെ വിളിക്കും. അവരെത്ര കാര്യം നല്ല പിന്നെ ചെയ്താലും അതങ്ങനെ പറയൂ. അല്ലെ, നമ്മളെല്ലാം അങ്ങനെയുള്ളവരാണ്. ആരും വ്യത്യസ്തരൊന്നുമല്ല. ഇങ്ങനെ അതൊക്കെ എല്ലാം ഒരു ഇതൊക്കെ ആയി കേട്ടോ. പണ്ട് വലിയ മദ്യപാനിയായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം മാറി നല്ല ഇതായിട്ടാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ മദ്യപാനി എന്നുള്ള പേര് അവന് എപ്പോഴും കിടക്കും, അവൻ്റെ ജീവിതം മുഴുവൻ കിടക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ കാലത്ത് അതൊക്കെ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല ഇനിയിപ്പോൾ. പക്ഷേ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. തെറ്റുകളിലോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ തെറ്റുകളാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പിന്നീട് ദുഃഖം എന്നും ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. എപ്പോഴും ഒരു പേര് വീണാൽ ആ പേര് ദുഷിച്ചതായിട്ട് കിടക്കും അല്ലേ. നമ്മൾ ലോകത്ത് മുഴുവൻ നമ്മൾ കണ്ടിരിക്കും. നമ്മളിപ്പോൾ അതിപ്പോൾ രഹസ്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, പരസ്യമായിട്ട് തന്നെ അറിയാം എല്ലാവർക്കും. ഇതിനകത്ത് അത്രയും പരസ്യമായിട്ട് എഴുതി വെക്കാമെങ്കിൽ നമ്മൾ പറയുന്നതിൽ വലിയ കുറ്റമൊന്നുമില്ല. ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒക്കെ ഈ മോശമായി നടക്കുന്ന രീതികൾ, അത് പുരുഷനായാലും ഇപ്പോൾ പണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ മോഷണ പ്രവൃത്തികളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ പക്ഷേ കൂടുതൽ സ്ത്രീകളാണ് മോഷണങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നതും ബാങ്കുകളിലൊക്കെ കേൾക്കാൻ വേണ്ടി തിരിമറികൾ നടത്തുന്നതൊക്കെ സ്ത്രീകളാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ അത് പൊതുവേ പണ്ടുള്ളവർ പറയും. ഞാൻ എൻ്റെ മുത്തശ്ശിമാർ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്ത്രീകൾ വ്യഭിചാരം ചെയ്യുന്നതും പുരുഷന്മാരെ മോഷ്ടിക്കുന്നതും അത് ഒരിക്കലും ആ ഒരു പ്രവൃത്തി നല്ലതല്ല. അതൊരു എന്നും അവർക്കൊരു ബ്ലാക്ക് മാർക്കായിട്ട് അവിടെ കിടക്കും. അത് അവരുടെ സന്തതി പരമ്പരകൾക്കും അത് ബാധകമാകും. ഈ നരകം അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ അനുഭവിക്കും. നമ്മളെപ്പോഴും ഒരാളിൻ്റെ മുഖത്ത് നോക്കുന്ന കോൺഫിഡൻസോട് കൂടി ആയിരിക്കില്ല അല്ലേ. അങ്ങനെ ഒരു തെറ്റുകൾ പിള്ളേരെ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കറിയുമോ. അവരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടാൽ നമുക്കറിയാം. പിന്നെ ഐ കോണ്ടാക്റ്റ് തരാതെ നമ്മുടെ മുഖത്തോട്ട് കണ്ണിൽ പെടാതെ നടക്കുന്ന കാണുമ്പോൾ, നമ്മുടെ കണ്ണിലോട്ട് നോക്കാതെ മാറി നടക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ കുഴപ്പം ചെയ്തിട്ടില്ല. പിടിച്ച് രണ്ട് നല്ല കുടച്ചിൽ കിടന്നിട്ട് ചോദിക്കുമ്പോൾ മണി പോലെ ഉത്തരം പറയും. ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ തെറ്റ് വന്നു എന്ന് പറയും അല്ലേ. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ എല്ലാവരുടെ അവസ്ഥ. നേരെ നോക്കി നിന്ന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാകും. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗിൽറ്റി കോൺഷ്യസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. ഗിൽറ്റി കോൺഷ്യസ്, ആ തെറ്റ് ചെയ്തെന്നുള്ള ആ ഒരു ബോധം മനസ്സിലുള്ളപ്പോൾ നമുക്ക് ഒരാളിനെ ഫേസ് ചെയ്ത് തൻ്റെ ഇടത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കില്ല. അത് തന്നെ ഒരു നരകമല്ലേ. ശരിക്കും നരകമാണ്. മുകളിൽ നിന്ന് തല കീഴായി പിടിച്ച പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് സത്യത്തിൽ. അപ്പോൾ പിന്നെ അത് നിങ്ങൾ നരകം വേറെ എങ്ങും അന്വേഷിച്ച് പോകണ്ട. ഇവിടെ തന്നെ നമ്മുടെ ചുറ്റിനും കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. എപ്പോഴും നമ്മൾക്ക് വേദനകളും ദുഃഖങ്ങളും തരുന്നത് ഒന്നെങ്കിൽ നമ്മുടെ പൂർവ്വ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇനിയും വരുന്നവർക്ക് നമ്മൾ നന്നായിട്ട് ചെയ്താൽ നമ്മുടെ വരും തലമുറയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും. നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചേ. ലോ ഓഫ് കർമ്മ
ആ കർമ്മത്തിൻ്റെ നിയമം അത് നമുക്ക് വന്നിരിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ ഈ നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളുക. അങ്ങനെയൊരു ഇതിനകത്ത് ഒരു പുരാണങ്ങളിലും ഒരു ഗ്രന്ഥങ്ങളിലും ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന പോലത്തെ ഒരു നരകമില്ല. ഉറപ്പിച്ചോളൂ, നരകമില്ല. ഇങ്ങനെയൊരു അത് എന്തുകൊണ്ടെന്നാൽ അതിന് ശരിക്കും സാക്ഷിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം അത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ അത് സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ട് കോൺട്രഡിക്ഷനാണ് അത് നിങ്ങൾ ആ ഒരു വാക്ക് മനസ്സിലാക്കുക. ജീവിക്കുന്ന ശരീരമല്ല ഞാൻ, അഹം എന്ന് പറയുന്നത് ശരീരമല്ല, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. അതിനെ ഒന്നുകൊണ്ടും വാളാൽ വെട്ടാൻ പറ്റില്ല, തീയാൽ അഗ്നിയാൽ പിന്നെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല, ഒന്നിനെ കൊണ്ടും പറ്റില്ലെന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് ആ ഗ്രന്ഥകാരൻ തന്നെ, ആ എഴുതിയ ആൾ തന്നെ ഇവിടെ പറയുക, നരകങ്ങളുണ്ട്, അവിടെ നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ ശരീരത്തിനെ മറിച്ചിട്ടും തിരിച്ചിട്ട് എണ്ണയിലിട്ട് വേവിക്കുമെന്ന്. അങ്ങനെ പറ്റുകയില്ല. ശരീരമില്ലാത്ത ആളിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ കേട്ടോ, അതിൻ്റെ അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വാമിജി പറഞ്ഞതും അങ്ങനെയാണ്. ഞാൻ പല ഗ്രന്ഥങ്ങളിലും വായിച്ച് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും അങ്ങനെയൊരു സ്ഥലമോ അങ്ങനെയൊരു പ്രവൃത്തിയോ അങ്ങനെയൊരു വേദനയോ ഉണ്ടാകുന്നില്ല. പക്ഷേ അത് നമ്മൾ അനുഭവിക്കും ഇവിടെ തന്നെ പല രീതിയിൽ. അതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഇച്ചിരി സാങ്കല്പികമായിട്ടുമൊക്കെ ഐറോണിക്കായിട്ടും ഇച്ചിരി ഒരു സിംബോളിക്കായിട്ടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രതിമ കൊണ്ടുവന്നൊരു മൂർത്തക്കല്ല് അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഈ ദുഃഖം നമ്മളെ നമ്മുടെ മനസാക്ഷി കൊണ്ട് നമ്മളെപ്പോഴും മനസാക്ഷിയായിട്ട്, അതായത് മനസ്സിനറിയാമല്ലോ നമ്മൾ ചെയ്ത് തെറ്റാണ്. അപ്പം നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മളെപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കും. അത് നല്ല കാര്യം ചെയ്തതിനെക്കുറിച്ച് നമ്മളൊരിക്കലും ഓർക്കരുത്. നമ്മുടെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനിങ്ങനെ തികട്ടി വരുവാന്ന് മലയാളത്തിൽ പറയും. അത് തന്നെ, അത് നമ്മൾ തികട്ടി വന്നുകൊണ്ടിരിക്കുക എപ്പോഴും. നമുക്ക് വേറൊരാളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ലജ്ജയോട് കൂടി നിൽക്കേണ്ടി വരും. അതിവിടെ ലജ്ജ പറഞ്ഞപ്പോഴാണ് തോന്നുന്നത് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. മുകളിൽ നിന്ന് താഴോട്ടിടുവെന്ന്. യസ്ത്വിഹവ അനൃതം വദതി സാക്ഷിയെ ദ്രവ്യവിനിമയെ ദാനേ. കണ്ടോ, ദാനം ചെയ്യുന്നതിലുമൊക്കെ അതെ. ഞാൻ വല്ലതും ഇച്ചിരി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പറയുന്നവരുണ്ട്. അങ്ങനെ പറയാനേ പാടില്ല. വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയരുത്. വാ കഥഞ്ചിത് സ വൈ പ്രേത്യ നരകേ വീജിമാത്യഥ ശിര. കണ്ടോ, നരകേ അവീചിമത് അധശിര. അവീചിമത് അധശിര ആണ് കേട്ടോ. ആ വാക്ക് അങ്ങനെയാണ്. നരകേ വീചിമതശിര എന്നുള്ളത് നരകേ അവീചിമതി അധശിര. അവീചിമത് അധശിര. അവീചിമതി അധശിര. മധ്യ എന്ന് വന്നത് അങ്ങനെയാണ്. അവീചിമത് അധശിര. ആ വാക്ക് അവിടെ എഴുതി വെച്ചോ കേട്ടോ. നരകേ അവീചിമത് അധശിര. നരകേ വീചിമത്യധശിര. നരകേ അവീചിമത് അധശിര. നിരവകാശേ യോജന ശതോശ്രായാത് ഗിരിമൂർധന സമ്പാദ്യതേ. എത്ര ജലമിവ സ്ഥലം അശ്മപൃഷ്ടമവഭാസതേ. അശ്മപൃഷ്ടം സ്ഥലം അത് ഈ കല്ലുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ജലസ്ഥാനത്തിനാണ് അശ്മസ്പൃഷ്ടം ജലം എന്ന് പറയുന്നത്. അശ്മസ്പൃഷ്ടം അവഭാസതേ. എത്ര ജലം ഇവ സ്ഥലം അശ്മപൃഷ്ടം അവഭാസതേ തദവീചിമത് തിലശോ. അത് ഇവിടെ വരുന്നുണ്ട്. അവീചിമത്താകുന്നു. തിലശം എന്ന് പറഞ്ഞാൽ എള്ള്. തിലഹോമം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമ്മൾ തിലഹോമം നടത്തിയെന്നത് എള്ളാണ്. എള്ളിൻ മണി പോലെ ഇങ്ങനെ ശിരോ തദവീചിമത് തിലശോ വിശീര്യമാണ ശരീരോ
മുറിയപ്പെട്ട ശരീരത്തോട് കൂടിയതായിട്ട് നാം മ്രിയമാണാം, മരിക്കാത്തവനായിരിക്കും. പുനരാരോപിതോ നിപതതി, പുനഃ ആരോപിതോ പുനരാരോപിതോ, പിന്നെയും കയറ്റപ്പെട്ടവനായിട്ട് നിപതതി, വീണ്ടും വീഴുന്നു. അപഭാസം എല്ലാം വായിച്ചല്ലോ അല്ലേ. എത്ര ജലം ഇവ സ്ഥലം അശ്മപൃഷ്ടം അപഭാസതേ. സ്ഥലം അശ്മപൃഷ്ടം, അശ്മപൃഷ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കല്ലുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലം ആദ്യം പറഞ്ഞു, അശ്മപൃഷ്ടം പിന്നെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. യസ്ത്വിഹ വൈ വിപ്രോ രാജന്യോ വൈശ്യോ വാ സോമപീഠ സ വെട്ടിക്കളഞ്ഞു. തത് കളത്രം ബാസുരാം വാസുരാം എന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത് പുസ്തകത്തിൽ. വാസുരാം എന്ന് തന്നെയാണ്. വാസുരാം, അസുര ഇല്ല ഇവിടെ കേട്ടോ. സുരാം എന്ന് വായിച്ചാൽ മതി. കഴിഞ്ഞൊരു കോമ ഇട്ടുകൊള്ളുക. സുരാം വ്രതസ്ഥോപി വാ പിബതി പ്രമാദത തേഷാം നിരയം നീതാനാമുരസി പദാക്രമ്യാസ്യേ വന്യന ദ്രവമാണം കാഷ്ണായസം നിഷഞ്ചന്തി. യസ്ത്വിഹ വിപ്രോ രാജന്യോ വൈശ്യോ വാ സോമഭീത തത്കളത്രം ബ്രാഹ്മണനോ അവൻ്റെ ഭാര്യയോ വ്രതസ്ഥ ഇരിക്കപ്പെട്ടവനാകണമെങ്കിലും സുരാം എന്നുള്ളത് സുരാം വാ എന്ന് നമ്മൾ എടുക്കുക. അതായത് ഇവിടുത്തെ സുരാം എന്നുള്ളത് മദ്യം, മദ്യത്തെയോ രാജാവോ വൈശ്യനോ പ്രമാദത ഇരുത്താത്തവനായിട്ട് ശ്രദ്ധിക്കാത്തവനായിട്ട് സോമപാനം ചെയ്തവനാകുന്നുവോ നിരയം, അവർക്കൊക്കെ ഉണ്ട് കേട്ടോ നരകം. നിരയം എന്ന് പറഞ്ഞാൽ നരകത്തെ, നരകത്തെ നീതാനാം തേഷാം നീതാനാം ഉരസി പദാക്രമ്യ, അവിടെ വന്നിരിക്കുന്ന നീതാനാം തേഷാം ഉരസി പദാ ആക്രമ്യ ആസ്യേ എന്നാക്കിക്കോണേ. വന്യന ദ്രവമാണം കാഷ്ണായസം നിഷഞ്ചന്തി. യസ്ത്വിഹ വൈ വിപ്രോ രാജന്യോ വൈശ്യോ വാ സോമപീഠ തത് കളത്രം വാ സുരാം വ്രതസ്ഥോപി വാ പിബതി പ്രമാദസ്തേഷാം നിരയം നീതാനാമുരസി പദാ ആക്രമ്യ ആസ്യേ വന്യന ദ്രവമാണം കാഷ്ണായസം നിഷഞ്ചന്തി. അധ ച യസ്ത്വിഹ വാ ആത്മസംഭാവനേന സ്വയമധമോ ജന്മ തപോ വിദ്യാചാര വർണ്ണാശ്രമവതോ വരീയസോ ന ബഹുമന്യേത സമൃതക ഇവ മൃത്വാ ക്ഷാരകർദ്ദമേ നിരയേ വാക്ഷിര നിപാതിതോ ദുരന്തായാതനാ ഹി അശ്നുതേ. അഥ ച യഹ, പിന്നെ ത്വിഹ ആണ് വാക്ക്. അഥ ച യഹ ത്വിഹ, അഥ ച യസ്ത്വിഹ എന്ന് വായിച്ചാൽ മതി. വാ കോമ ആത്മസംഭാവനേന കോമ സ്വയമധമോ കോമ ജന്മ തപോവിദ്യാചാര, അവിടം വരെ ജന്മ തപോവിദ്യാചാര വർണ്ണാശ്രമവതോ, വേറൊരു വാക്കായിട്ട് വർണ്ണാശ്രമവതോ വരീയസോ ന കോമ ബഹുമന്യേത സ മൃതക, സ എന്നേ പറയുള്ളൂ, സ എന്ന് പറയരുത്, അവൾ എന്നായിപ്പോവും. സ അവൻ മൃതക ഏവ മൃത്വ ക്ഷാരകർദ്ദമേ നിരയേ വാക്ഷിര നിപാതിതോ ദുരന്ത കോമ യാതനാ ഹി അശ്നുതേ. യാതനാഹി നിങ്ങൾ വായിച്ചോ, പിന്നെ അശ്നുതേ ഒന്നിച്ച് വായിച്ചാൽ മതി. യാതനാഹി അശ്നുതേ.
അഥ ച യസ്ത്വിഹ വാ ആത്മസംഭാവനേന സ്വയം അധമോ ജന്മ തപോവിദ്യാചാര വർണ്ണാശ്രമപദോ വരീയസോ ന ബഹുമന്യേത സ മൃതക ഏവ മൃത്വ ക്ഷാരകർദ്ദമേ നിരയേ വാക്ശിര നിപാതിതോ ദുരന്ത യാതനാഹി അശ്നുതേ. ഹരി ഓം.